വലിയ രീതിയിൽ ഒരു പ്രചരണം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ നമുക്കതിലാരും സപ്പോർട്ട് ചെയ്യാനും ഇതാക്കാനൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഇതുവരെ ഇങ്ങനെ സംസാരിക്കേണ്ട ഒരു അവസ്ഥ. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഒളിച്ചോട്ടം വൈറലായിക്കൊണ്ടിരിക്കുകയാണല്ലോ അല്ലെ. ട്രെൻഡിങ് വീഡിയോ എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പോൾ ഒളിച്ചോട്ടമാണ്. ഇപ്പം നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഒരു ഒളിച്ചോട്ടത്തെ കുറിച്ച് തന്നെയാണ്. ഈ ഒളിച്ചോട്ടിരിക്കുന്ന കണ്ണൂർ ജില്ലയിൽ നിന്നാണ് കേട്ടോ. പ്രായപൂർത്തിയായ 2 വ്യക്തികളാണ്. അത് പ്രത്യേകം പറയാൻ കാര്യം, നമ്മൾ ഒളിച്ചോട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്നത് ചേച്ചിയുടെ ഭർത്താവിനോടൊപ്പം അനിയത്തിയുടെ ഒളിച്ചോട്ടം, പിന്നെ 14 വയസ്സുകാരനോടൊപ്പം 35 വയസ്സുകാരുടെ ഒളിച്ചോട്ടം, അതൊക്കെയാണല്ലോ നമ്മൾ ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിരിക്കുന്ന വീഡിയോസ് എന്ന് പറയുന്നത്, വസ്തുതകൾ. പക്ഷെ ഇതങ്ങനല്ല കേട്ടോ. ഇഷ്ടപ്പെട്ട 2 വ്യക്തികൾ വീട്ടുകാർ സമ്മതം കൊടുക്കാത്തതുകൊണ്ട് അവരുടെ ഇഷ്ടപ്രകാരം നിയമപരമായിട്ട് വിവാഹം കഴിച്ച് ഒന്നിച്ചു. ഇവര് വീട്ടുകാരുടെ സമ്മതമില്ലാതെ വിവാഹം കഴിച്ചതുകൊണ്ടാണ് ഒളിച്ചോട്ടം എന്ന് പറയുന്നത്. അതിനാണല്ലോ നമ്മൾ ഒളിച്ചോടുക, ആരും അറിയാതെ ഇറങ്ങിപ്പോയി കല്യാണം കഴിക്കുന്നതാണ് നമ്മൾ ഒളിച്ചോട്ടം എന്ന് പറയുന്നത്. അതിന് പുതിയ രീതികൾ കൊണ്ടുവന്നെയാണ് ചേച്ചിയുടെ ഭർത്താവിനോടൊപ്പം അനിയത്തി ഒളിച്ചോടിയതൊക്കെ. പുതിയ ഒരു വകഭേദമാണത്, നമ്മൾ കൊറോണ വകഭേദം എന്നൊക്കെ പറയുന്നത് പോലെ. ഇപ്പം ഇവിടെ സംഭവിച്ചിരിക്കുന്നത്, കിരൺ എന്ന് പറയുന്ന യുവാവും ഫാത്തിമ ദിയ എന്ന് പറഞ്ഞ പെൺകുട്ടിയും തമ്മിൽ മാരേജ് ചെയ്തു. രണ്ടും 2 മതസ്ഥരാണ്. ഒരു ഹിന്ദു മതം, ഒന്ന് ഇസ്ലാം മതം. രണ്ടുപേരും അനുവർത്തിച്ച് പോകുന്ന മതങ്ങൾ 2 അപ്പോൾ അവർ വന്നു ഒരു ക്ഷേത്രത്തിൽ വിവാഹം കഴിക്കാൻ വന്നപ്പോഴത്തേക്കിന് ക്ഷേത്രത്തിലുള്ളവർ പെൺകുട്ടി ഹിന്ദു ആയാൽ മാത്രമേ വിവാഹം കഴിച്ചു കൊടുക്കുള്ളൂ എന്ന് പറഞ്ഞപ്പോഴത്തേക്കിന് പയ്യൻ പറഞ്ഞു അതിൻ്റെ ആവശ്യമില്ല, അവൾ അവളുടെ മതത്തിൽ തന്നെ വിശ്വസിക്കട്ടെ, ഞാൻ എൻ്റെ മതത്തിൽ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അവർ വേറൊരു മഠത്തിൽ പോയിട്ട് നിയമപരമായിട്ട് തന്നെ മാരേജ് ചെയ്തു. ഇതിനകത്തുള്ള ട്വിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ സദാചാര ആളുകളുണ്ടല്ലോ, ഇവർ ചെയ്തത് ശരിയാണെന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്. വീട്ടുകാരുടെ സമ്മതമില്ലാതെ വിവാഹം കഴിക്കുന്ന തെറ്റ് തന്നെയാണ്, ഓക്കെ, അത് പോട്ടെ. എന്നാലും അവർ നിയമപരമായിട്ട് മാരേജ് ചെയ്തല്ലോ, അതുകൊണ്ട് ഓക്കെ. ഇതിപ്പം സദാചാര പോലീസുകാർ ഒത്തിരി പേരുണ്ടല്ലോ, അവർ കുറച്ച് ഓഡിയോ ക്ലിപ്പിംഗ്സ് ഒക്കെ പുറത്തിറക്കിയിട്ടുണ്ട് വാട്സപ്പിലൂടെ. അപ്പോൾ ആ ക്ലിപ്പിംഗ് ഒന്ന് കേൾക്കാം നമുക്ക്. ഇന്നലെ 2 മാസം മുമ്പ് രജിസ്റ്റർ ചെയ്തതാണ്. ഇന്നലെ ലോകമൊത്തം അറിയുന്നു, നാട്ടുകാർ അറിയുന്നു. കണ്ണൂർ മുണ്ടേരി എന്ന സ്ഥലത്ത്, ഇവിടെ മുണ്ടേരി സ്ഥലം, ഇവിടെ കണ്ണൂർ ഷെഹനായി ഡോക്ടർ ക്ലിനിക്കൽ അസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നതാണ്. അങ്ങനെ ഷെഹനായി ഡോക്ടറെ ഭാര്യന്റെ ഡ്രൈവറെ മോനാണ് ഇത്. ഇവരെങ്കിൽ 2 കല്യാണം കഴിച്ചോളൂ. ഇതിലെ പോണ പോക്ക് നോക്കിയിട്ട് ഇതിന്റെ പേര് തിരിച്ചു വരും. ഇതെല്ലാം ഒരു മോശം കൊണ്ട് തിരിച്ചു വരും. എന്തായാലും ഇൻഷാ അല്ലാഹ് കാത്തിരിക്കാം. ഓഡിയോ ക്ലിപ്പ് കേട്ടല്ലോ നിങ്ങൾ. ഇതിൽ പറഞ്ഞേക്കുന്നത്, ഈ പയ്യൻ കിരൺ എന്ന് പറയുന്ന ഈ പയ്യൻ 2 വിവാഹം കഴിച്ചിട്ടുണ്ടെന്നും അതുപോലെ തന്നെ ഇവന്റെ ക്യാരക്ടർ ശരിയല്ലെന്നും ഈ പെൺകുട്ടി ഈ പയ്യനും തമ്മിൽ 2 മാസം മുമ്പേ വിവാഹം കഴിച്ചിട്ടുള്ളതാണെന്നും ഒക്കെയാണ് ഇതിൽ പറയുന്നത്. ഇത് നമ്മൾ പറയുന്നത്, നമ്മുടെ നാട്ടിലൊക്കെ കുറച്ച് ആളുകളുണ്ട് കേട്ടോ, ഒന്നും അറിയത്തില്ല എങ്കിലും കയറി അങ്ങ് വിമർശിക്കും. ഇവരാരാണോ എന്താണെന്ന് പോലും അറിയത്തില്ല. ഇല്ല, ഒരാളുകൾ കൂട്ടമായിട്ട് തല്ലുന്നു, അവിടെ തല്ലുവാണ്, എന്നാൽ പോയി ഞാനും കൂടെ പോയി 2 കൊടുത്തേക്കാം എന്ന് പറഞ്ഞ് പോകുന്ന ഒരു രീതിയാണ് ഇന്നത്തെ നമ്മുടെ കാലഘട്ടത്തിൽ നമ്മുടെ സമൂഹത്തിലുള്ളത്. സത്യം എന്താണ് സത്യം, കള്ളമൊന്നുമില്ല. അവൻ അടി കൊള്ളുന്നുണ്ടോ, എന്നാൽ ഞാനും പോയി 2 കൊടുത്തേക്കാം എന്നുള്ള രീതിയിൽ എന്തായാലും ഒരു ഒളിച്ചോടി, എന്നാൽ എൻ്റെ വകയും കൂടി ഇരിക്കട്ടെ കുറച്ചെന്ന് പറഞ്ഞിട്ട് അവരും കൊടുക്കും കുറച്ച് കാര്യങ്ങൾ. ഈ വ്യക്തി ആരാണെന്നോ എന്താണെന്നോ ഒന്നും അറിയില്ല, അറിഞ്ഞില്ലെങ്കിലും പറയുകയാണ്. ഇതിൽ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് സത്യം. ഈ കിരൺ എന്ന് പറയുന്ന ആള് ഈ ഫാത്തിമ ദിയ വർക്ക് ചെയ്ത ഹോസ്പിറ്റലിലെ ഡ്രൈവറുടെ മകനാണ്. ഈ ഒരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ ഇതിൽ സത്യമായിട്ട് പറയുന്നത്. ഇത് കണ്ടുകൊണ്ട് തന്നെ നമ്മൾ യൂട്യൂബിൽ റിയാക്ട് ചെയ്യുന്ന ആളുകൾ ഈ ഒരൊറ്റ ഓഡിയോ ക്ലിപ്പിന്റെ പുറത്ത് തന്നെ ഈ വീഡിയോ റിയാക്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് അതും കൂടെ ഒന്ന് കാണാം. വളരെയധികം ഷോക്കിംഗ് ആയിട്ടുള്ള ഒരു ന്യൂസ് തന്നെയായിരുന്നു. ആ പെൺകുട്ടി പോയത് അന്യമതസ്ഥന്റെ കൂടെ എന്ന് മാത്രമല്ല, 2 കല്യാണം കൂടി അവൻ കഴിച്ചിട്ടുണ്ട്. വിദ്യാഭ്യാസം ഒക്കെ കൊടുത്തു കഴിഞ്ഞാലും ചില പെൺകുട്ടികൾക്ക് വിവരം എന്ന് പറയുന്നുണ്ടാവുന്നില്ല. പ്രണയത്തിന് കണ്ണില്ല മൂക്കില്ല എന്നൊക്കെ പറയും, പക്ഷെ ഇതിപ്പോ ബുദ്ധിയില്ലാന്നേ പറയാൻ വേണ്ടി പറ്റുന്നുള്ളൂ. ആ ഉമ്മയുടെ ഉപ്പയുടെ സ്നേഹത്തിനോ കണ്ണുനീരിനോ ഒരു വിലയും കൽപ്പിക്കാതെ അവരിങ്ങനെ പോവുക. വല്ലാതെ കഷ്ടം തോന്നുന്നു. എങ്ങോട്ടേക്കാണ് ഇന്നത്തെ സമൂഹത്തിന്റെ പോക്കെന്ന് മനസ്സിലാവുന്നില്ല. എന്തൊക്കെ പ്രതീക്ഷകളൊക്കെ പുലർത്തിയിട്ടായിരിക്കും മാതാപിതാക്കൾ തന്റെ മക്കളെ പോറ്റി വളർത്തുന്നുണ്ടാവുക. ആ ഒരു ജോലിയും കാര്യങ്ങളൊക്കെ ഒരു പെണ്ണിനെ ആക്കി കൊടുക്കുന്ന അത്രയധികം അവര് ആഗ്രഹിച്ചിട്ട് തന്നെയായിരിക്കും അല്ലെ. അതൊക്കെ ചെയ്തിട്ട് നല്ലൊരു ഫ്യൂച്ചറും അവക്ക് സെറ്റാക്കി കൊടുത്തു. അവക്ക് ഇതൊന്നും വേണ്ട. അവക്ക് വേണ്ടത് ഇന്നലെ കണ്ട ആ പയ്യൻ എന്ന് പറയാൻ വേണ്ടി പറ്റില്ല, 2 കല്യാണം കഴിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരുത്തന്റെ കൂടെ ഒളിച്ചോടിയിട്ട് അങ്ങ് പോവുക. 2 കല്യാണം കഴിച്ചൊരുത്തനാ, അന്യമതസ്ഥനും തന്നെയാ. ഇവരുമായിട്ട് ഒത്തുപോകാൻ പറ്റുമെന്നുള്ള ഒരു വിശ്വാസം ഇപ്പൊ അവർക്ക് ഉണ്ടാവും. കുറച്ചുകൂടി കഴിഞ്ഞു കഴിഞ്ഞാല് ഇതൊന്നും ഉണ്ടാവില്ല. പിന്നീട് തിരിച്ചു വരുമെന്ന് വിചാരിച്ചു കഴിഞ്ഞാലോ അതും നടക്കില്ല. ഇവിടെ സത്യാവസ്ഥ എന്താണെന്ന് പോലും അന്വേഷിക്കാതെ എന്തെങ്കിലും, പക്ഷെ അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കാണ് കേട്ടോ സോഷ്യൽ മീഡിയയിലെ വിശ്വാസ്യത, അതായത് ഇങ്ങനെ റിയാക്ഷനൊക്കെ ചെയ്യുന്നവരുടെ ആയാലും ഈ ന്യൂസിൻ്റെയൊക്കെ ആയാലും വിശ്വാസ്യത നഷ്ടപ്പെടുന്നതിനാണ്. എന്തെങ്കിലും കേട്ട ഉടനെ അങ്ങ് റിയാക്ട് ചെയ്യും. എല്ലാവരെയും അല്ല, ഞാൻ ഇങ്ങനെ ചെയ്തവരെയാണ് പറയുന്നത്.
അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്കിന് മറ്റുള്ളവർ പറയുന്നതിനകത്തും കപടത ഉണ്ടെന്ന് വിശ്വസിക്കേണ്ടി വരും. ഇപ്പോൾ ഇത് ഈ റിയാക്ട് ചെയ്ത വ്യക്തി ഇതെന്താണെന്ന് മനസ്സിലാക്കാതെ മതത്തിൻ്റെ എന്തോ ഒരു ഇതിൽ ആ രണ്ടുപേരും രണ്ട് മതമാണെന്നുള്ളതിൻ്റെ പേരിൽ മാത്രം അങ്ങ് റിയാക്ട് ചെയ്തു. പക്ഷെ അതിലൊരു എനിക്കൊരു ഇഷ്ടക്കേടുണ്ട്. അത് ഞാനിവിടെ പറഞ്ഞതന്നേ ഉള്ളൂ. എന്തായാലും പിന്നെ പുറത്ത് വന്നത് എന്താണ്, ഈ കുട്ടി പോയ സമയത്ത് ഈ കുട്ടിയുടെ വീട്ടിൽ നിന്ന് ധാരാളം സ്വർണ്ണമൊക്കെ എടുത്തിട്ടാണ് പോയത് എന്നൊക്കെയാണ് പറയുന്നത്. ഈ കുട്ടി എന്തൊക്കെയോ എടുത്തിട്ട് പോയി എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം നമുക്ക് അതും കൂടെ ആ കുട്ടി പറയുന്നുണ്ട് എന്തൊക്കെയാണ് സംഭവിച്ചതെന്ന് അവർ പറയുന്നുണ്ട്. അവരുടെ വീഡിയോ ഇതിൻ്റെ സത്യാവസ്ഥ അവർക്ക് വേണ്ടി സംസാരിക്കാൻ ആളില്ല, അതുകൊണ്ട് തന്നെ അവർക്ക് അവരുടേതായ കാര്യങ്ങൾ പുറത്തു പറയാനായിട്ട് അവരൊരു വീഡിയോ പുറത്തു വിട്ടിട്ടുണ്ട്. നമുക്ക് ആ വീഡിയോയുടെ കുറച്ച് ഭാഗങ്ങൾ കണ്ടിട്ട് വരാം. എൻ്റെ പേര് ദിയ. അപ്പോൾ നമ്മളിപ്പോൾ ഈ വീഡിയോ ചെയ്യേണ്ട ഒരു ആവശ്യം വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ ഒരു അടുത്തായിട്ട് ഒരു ഇന്റർകാസ്റ്റ് മാരേജ് ചെയ്തതാണ്. അപ്പോൾ അതിൻ്റെ പേരിൽ ഇപ്പം വലിയ രീതിയിൽ ഒരു പ്രചരണം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ നമുക്കതിലാരും സപ്പോർട്ട് ചെയ്യാനും ഇതാക്കാനൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഇതുപോലെ ഇങ്ങനെ സംസാരിക്കേണ്ട ഒരു അവസ്ഥ വന്നത്. അപ്പോൾ ഇതിനകത്തൊരു ആൾ ഒരു ഓഡിയോ ഇട്ടതിൻ്റെ പേരിലാണ് ഇത്രയും ആൾക്കാർ അത് ഏറ്റുപിടിച്ചിട്ട് ഇങ്ങനെ വ്ളോഗ് ചെയ്യുന്നതും കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. ആരും ഇതുവരെ എന്താണ് സത്യാവസ്ഥ എന്നുള്ളത് ആരും ഇതുവരെ അന്വേഷിച്ചിട്ടില്ല, ഇതാക്കിയിട്ടുമില്ല. അപ്പോൾ എന്താണെന്നുള്ളത് നമ്മൾ തന്നെ തുറന്ന് പറയാന്നുള്ള ഇതിലാണ് നമ്മളിപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. ഇതിനകത്ത് പറയുന്നത് സത്യം തന്നെയാണ്. കുറച്ച് കാര്യങ്ങൾ അങ്ങനെ ക്ലിനിക്കിൽ ലാബിൽ നിന്ന് പരിചയപ്പെട്ടാന്ന്, അങ്ങനെ സ്നേഹത്തിലായതാണ്. നമ്മളതിനെ തുടർന്നിട്ട് ഉണ്ടായ സ്നേഹത്തിൻ്റെ നമ്മൾ എന്തായാലും ഒന്നിക്കാന്നുള്ള രീതിയിലാണ് നമ്മൾ കല്യാണം നേരെ മുന്നോട്ടേക്ക് പോയത്. അതും ഇങ്ങനെയൊന്നും ഇതാക്കിയിട്ട് ഒരു വീട്ടുകാർ ഇതാക്കിയിട്ട് സങ്കടപ്പെടുത്തി ചെയ്യണമെന്ന് വെച്ചിട്ടൊന്നും ഇതാക്കിയതല്ല. രണ്ട് വീട്ടിലും പോയിട്ട് പെരുന്നാളിന് ശേഷം രണ്ട് വീട്ടിലും പോയിട്ട് സംസാരിച്ചിട്ട് ഇതാക്കിയിട്ടെല്ലാം ചെയ്യാന്നുള്ള രീതിയിൽ തന്നെയാണ്. അതിൻ്റെ ഇടയ്ക്കാണ് ഇവളെ വീട്ടിലൊരു ഇഷ്യൂ ആയതിനെ തുടർന്നാണ് പെട്ടെന്ന് അങ്ങനെ ഇറങ്ങി വരേണ്ടി വന്നതും എല്ലാം പെട്ടെന്നേനും തൊട്ടിട്ട് കുറേ പ്രശ്നങ്ങളാണ്. നമുക്ക് നാട്ടിൽ നിൽക്കാനൊന്നും പറ്റിയിട്ടില്ല. സത്യം പറഞ്ഞാൽ ഒളിവിൽ നിൽക്കുന്ന പോലെയുള്ള റൂമിൻ്റെ ഉള്ളിൽ പുറത്തിറങ്ങാൻ പറ്റാത്ത പോലെ അങ്ങനെ ആയിട്ടുള്ള ആരോ ഒരാൾ ഒരു വാട്സപ്പിൽ ഒരു ഓഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇവർ രണ്ട് കല്യാണം കഴിച്ചതാണ്. ആ ഒരു ഓഡിയോ പിന്നെ 2 മാസം മുന്നേ രജിസ്റ്റർ ചെയ്തിട്ട് ഇപ്പം കല്യാണം കഴിച്ചതാണ്. അതൊന്നല്ല, നമ്മൾ മാരേജ് സർട്ടിഫിക്കറ്റും കാര്യങ്ങളെല്ലാം ഇതിൽ കാണിക്കാം. അപ്പോൾ കുറേ ആൾക്ക് മനസ്സിലാവും. പിന്നെ ഈ അമ്പലത്തിൻ്റെ പ്രശ്നം പറഞ്ഞാൽ ഈ മഠത്തിനെ കുറിച്ച് അന്വേഷിക്കുന്ന ആൾക്കാർക്ക് മനസ്സിലാവും. നമ്മൾ വേറെ കാസ്റ്റ് മാറാനോ ഇതാക്കാനോ, ഞാനൊരു രാഷ്ട്രീയ പാർട്ടിയിലില്ല, അതുകൊണ്ട് ഒരു മതത്തിന് ഇതാക്കാനോ നിന്നിട്ടൊന്നുമില്ല. എന്നെക്കുറിച്ച് അന്വേഷിച്ച് കഴിഞ്ഞാൽ എന്നെക്കുറിച്ച് അറിയുന്ന ആൾക്കാർ പറഞ്ഞിട്ട് എനിക്ക് ഹിന്ദുക്കളെക്കാട്ടും കൂടുതൽ മുസ്ലിംസ് ഫ്രണ്ട്സ് തന്നെ ഉള്ളത്. നമ്മളൊന്നും ആ രീതിയിൽ അങ്ങനെ നമ്മൾ വയ്യാമ്പല ഞാൻ ജനിച്ചു വന്നത്. നമ്മളൊന്നൊരു അങ്ങനെ ഒരു രീതിയിൽ വളർന്നു വന്നത്. നമുക്കൊന്നൊരു മതത്തിൻ്റെ പേരിലൊന്നും ഒരു ആരും നമ്മൾ ഇതുവരെ ഇതാക്കിയിട്ടില്ല. എന്നെയും ഇതുവരെ എൻ്റെ ചങ്ങായിമാർ ആക്കിയിട്ടില്ല. ഇതിലാണെങ്കിൽ പരിപാടിക്കാണെങ്കിൽ അവർ വീട്ടിലുള്ള പരിപാടിക്കാന്ന് ഞാനും പോവും, അവർ തിരിച്ചു ഇങ്ങനെ തന്നെയാണ്. ഇപ്പോൾ ആ ഒരു ഓഡിയോനെ വെച്ചിട്ട് ആ ഒരു ഓഡിയോനെ മാത്രം വിശ്വസിച്ചിട്ട് എന്താണെന്ന് കൂടി അന്വേഷിക്കാണ്ട് കുറേ ആൾക്കാർ അതിനുള്ള വീഡിയോ വളരെ മോശമായിട്ട് ചെയ്യുന്നുണ്ട്. ഈ പറയുന്ന കല്യാണം കഴിച്ചെന്നെല്ലാം പറയാം. ഞങ്ങൾക്ക് 45 വയസ്സായി എന്നെല്ലാം പറയുന്ന ആൾക്കാരുണ്ട്. ഈ മാരേജ് സർട്ടിഫിക്കറ്റ് വയ്ക്കാൻ എൻ്റെ ഡേറ്റ് ഓഫ് ബർത്തും കാര്യങ്ങളും അവർക്ക് പറയാനുള്ളത് അവർ പറയുന്നുണ്ട്. എന്നിട്ട് പോലും അവരുടെ മാരേജ് ചെയ്ത മാരേജ് സർട്ടിഫിക്കറ്റിൻ്റെ ഒക്കെ കോപ്പി കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവർ പറയുന്നുണ്ട് ഈ പയ്യന് 40 വയസ്സുണ്ടെന്നൊക്കെയാണ് പറയുന്നത്. അപ്പം ഈ മാരേജ് സർട്ടിഫിക്കറ്റ് കാണുന്നതിലൂടെ നമുക്ക് മനസ്സിലാവും പയ്യന് 27 വയസ്സും പെൺകുട്ടിക്ക് 21 വയസ്സും ആണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്തെങ്കിലും ഒരു കാര്യം കേട്ട ഉടനെ തന്നെ ചുമ്മാതെ അങ്ങ് എന്താ പറഞ്ഞ കുപ്രചരണം അങ്ങ് നടത്തുകയാണ്. എന്താണ് സത്യം എന്താണ് കള്ളം എന്ന് പോലും ചിന്തിക്കുന്നില്ല. ഫുള്ളായിട്ട് അങ്ങ് എന്തെങ്കിലുമൊക്കെ വായി തോന്നി അങ്ങ് പറയുകയാണ്. ഇതിൽ ഇവർ ചെയ്ത മിസ്റ്റേക്ക് എന്ന് പറയുന്നത് പേരൻസിൻ്റെ അനുവാദമില്ലാതെ മാരേജ് ചെയ്തു. അത് മിസ്റ്റേക്ക് തന്നെയാണ്, അത് നമ്മൾ അനുകൂലിക്കുന്നില്ല. കാര്യം എന്നാൽ ഇന്നത്തെ നമ്മുടെ ഭരണഘടന അനുസരിച്ച് പ്രായപൂർത്തിയായ സ്ത്രീക്കും പുരുഷനും ഒന്നിച്ച് ജീവിക്കാനുള്ള, അതായത് വിവാഹം കഴിക്കാത്ത സ്ത്രീക്കും പുരുഷനും ഒന്നിച്ച് ജീവിക്കാനുള്ള അവകാശമുണ്ട്. അവർക്ക് നിയമപരമായിട്ട് മാരേജ് ചെയ്ത് ഹിന്ദു മാരേജ് ആക്ട് പ്രകാരമോ നമ്മുടെ ഏത് മത ആചാര അനുഷ്ഠാനം അനുസരിച്ചാണോ അല്ലെങ്കിൽ നമ്മുടെ നിയമവ്യവസ്ഥയുടെ അടിസ്ഥാനത്തിലോ ഏത് രീതിയിലായാലും മാരേജ് ചെയ്ത് ജീവിക്കാനുള്ള അനുവാദം നമ്മുടെ ഭരണഘടന നൽകുന്നുണ്ട്. അപ്പം ഈ ഒരു സാഹചര്യത്തിൽ ഇവർ ചെയ്തത് അപ്പം പേരൻസിൻ്റെ അനുവാദം കിട്ടി മാരേജ് ചെയ്യാനാണ് ഇവർ ആഗ്രഹിച്ചതെന്ന് ഇവർ പറയുന്നുണ്ട്. പക്ഷേ അതിനിടയ്ക്കാണ് ഫെബ്രുവരി 14-ാം തീയതി നമ്മുടെ ഫാത്തിമയ്ക്ക് ഒരു എൻഗേജ്മെൻറ്റ് നടത്തുന്നു. വീട്ടുകാരുടെ അടുത്ത് ഫാത്തിമ നേരത്തെ പറഞ്ഞിരുന്നു എന്ന് പറഞ്ഞിട്ട് പോലും ഈ കാര്യം എനിക്കൊരു പയ്യനെ ഇഷ്ടമാണ്, എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ട് പോലും വീട്ടുകാർ നിർബന്ധിച്ച് ഈ മാരേജ് ചെയ്യിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഫാത്തിമ എന്ത് ചെയ്തു, കുറച്ച് ദിവസമൊക്കെ വെയിറ്റ് ചെയ്ത് 26-ാം തീയതി ആ റേഞ്ചൊക്കെ ആയപ്പോഴത്തേക്കിനും വീട്ടുകാർ എന്ത് ചെയ്തു, എൻഗേജ്മെൻറ്റ് കഴിഞ്ഞ പയ്യനുമായിട്ട് സംസാരിക്കാനും മറ്റു കാര്യത്തിനൊക്കെ നിർബന്ധിച്ചു. അപ്പോൾ അത് സഹിക്കുക വയ്യാതെയാണ് 29-ാം തീയതിയൊക്കെ ആയപ്പോഴത്തേക്കിനും ഫാത്തിമ എന്ത് ചെയ്തത്, അവിടുന്ന് 28-ാം തീയതി ഫെബ്രുവരിയാണ് 28-ാം തീയതിയൊക്കെ ആയപ്പോഴത്തേക്കിനും അവിടുന്ന് ഇറങ്ങി മാർച്ച് 1-ാം തീയതി അവർ ലീഗലായിട്ട് മാരേജ് ചെയ്തു. അങ്ങനെയാണ് ഈ സംഭവം നടക്കുന്നത്.
പക്ഷേ ഇതിനെ പറഞ്ഞ് ഇതൊരു എന്താ ഇതിനകത്ത് പ്രശ്നം എന്ന് പറഞ്ഞാൽ രണ്ടുപേരും 2 മതത്തിൽപ്പെട്ടവരാണ് കേട്ടോ. അതാണ് ഏറ്റവും വലിയ ആളുകൾക്കുള്ള ഈ പ്രശ്നം. ഈ ഒരു ജാതി ഒരു മതം ഒരു ദൈവം എന്നൊക്കെ പറയുന്നതല്ലേ, എന്ത് മതം എന്ത് ജാതി. ഇനിയത്തെ കാലഘട്ടത്തിൽ നമ്മളെ ജാതി മത വർഗീയതൊന്നും കാണില്ല കേട്ടോ. എല്ലാവരും ഒരു ഈക്വലായിട്ട് മുന്നേറുന്ന ഒരു ഇത് തന്നെയായിരിക്കും. ഇപ്പം ഇനിയിപ്പം അങ്ങനെ എനിക്കൊന്ന് ഇപ്പോഴത്തെ കാലഘട്ടത്തിലുള്ള കുട്ടികൾ ഒരു കാരണവശാലും ജാതിയുടെ മതത്തിൻ്റെ പേരിലൊന്നും ഒന്നിനും പിന്നോട്ട് നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവരെന്താണോ ഇഷ്ടപ്പെടുന്നത് അത് മുന്നോട്ട് പോകും. അല്ലാതെ ഇന്ന ജാതിയിൽപ്പെട്ട ആളാണ് ഇന്ന മതത്തിൽപ്പെട്ട ആളാണെന്നുള്ളൊരു വ്യത്യാസം ഇനിയത്തെ കാലഘട്ടത്തിൽ ഉണ്ടാവുമെന്ന് എനിക്ക് എൻ്റെ അഭിപ്രായത്തിൽ തോന്നുന്നില്ല. പക്ഷെ ഇതിലൊരു വിഷമം എന്ന് പറയുന്നത് ഈ എൻഗേജ്മെന്റ് ചെയ്ത് നടത്തിയ പയ്യൻ അവനെ ഒരു തെറ്റും ചെയ്തില്ല, പക്ഷെ അവനാണ് ഇതിനകത്ത് ബലിയാടായത്. ഈ പയ്യൻ്റെ ഒരു വിഷമം മാത്രമേ ഉള്ളൂ കേട്ടോ. ആ പയ്യന് അനുഭവിക്കേണ്ടി വന്ന മെൻ്റൽ ടോർച്ചർ, അതായത് ഒരു എൻഗേജ്മെൻറ്റ് കഴിഞ്ഞ പെൺകുട്ടി ഒളിച്ചോടി പോയി, വിവാഹം ഉറപ്പിച്ച് വെച്ച പെൺകുട്ടി പോയി എന്നൊക്കെയുള്ള ഫ്രണ്ട്സിൻ്റെയും അതുപോലെ റിലേറ്റീവ്സിൻ്റെയും നമ്മുടെ നെയ്ബേഴ്സിൻ്റെയൊക്കെ മുമ്പിൽ നിന്നുള്ള ആ ഒരു വ്യക്തിക്കുണ്ടാവുന്ന ഒരു എന്താ പറയുന്ന ഒരു വിഷമമുണ്ടല്ലോ, അത് മാത്രമാണ് ഇതിനകത്ത് വലിയൊരു ബുദ്ധിമുട്ടായിട്ട് വരുന്നത്. അല്ലാത്ത പക്ഷം അവർ ഇഷ്ടപ്പെട്ട 2 പേരാണ്, അവർ നിയമപരമായിട്ട് വിവാഹം കഴിച്ചു, അവർ നല്ല രീതിയിൽ ജീവിക്കട്ടെ. ഇനി എനിക്ക് തോന്നുന്നു കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്കും 2 ഫാമിലീസും ഒക്കെ അക്സെപ്റ്റ് ചെയ്യും, അവർ ഒന്നിക്കും. ഈ പുറത്ത് നിന്ന് ഈ പറഞ്ഞവർക്ക് എന്ത് ലാഭമാണ് കിട്ടുന്നത്? ഏറ്റവും വലിയ പ്രശ്നം അതാണ് കേട്ടോ. ഏതൊരു ഇതിലും ഈ പുറത്ത് നിന്ന് ഒത്തിരി ആളുകൾ വരും അവരുടേതായ കുറച്ച് കണ്ടുപിടുത്തങ്ങളുമായിട്ട്. അതാണ് എല്ലാത്തിൻ്റെയും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ എന്തായാലും അവർക്ക് കിരണിനും ഫാത്തിമയ്ക്കും നല്ലൊരു ലൈഫ് മുന്നോട്ട് നല്ലൊരു ലൈഫ് ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഇതൊരു ചെറിയ വീഡിയോ ആണ്, എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോ കാണുന്നവരെ സീ യു.